ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 66ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. സാർ, വിദ്യാർത്ഥികൾ സിനിമകളൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഫോറൻസിക് എന്ന് പറയുന്നത്. ഇപ്പം NFSUവിൻ്റെ ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സാർ, എന്താണ് ഈ ഒരു ഫീൽഡിൻ്റെ പ്രത്യേകത? അതിനേക്കാൾ ഉപരിയായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സാർ ശരിക്കും എന്താണ് ഈ NFSU എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? NFSU അതായത് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി. ഓക്കെ. ഫോറൻസിക് സ്പെഷ്യലൈസേഷനുള്ള അല്ലെങ്കിൽ ഫോറൻസിക്കിന് വേണ്ടി ലോകത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ച യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മുടെ ഒരു അവകാശം. ഇത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ്. 2009 ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 2020 ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു പദവി സെൻട്രൽ ഗവൺമെൻറ് ഇതിന് കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാമുകൾ ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ ഫോറൻസിക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു മേഖല തന്നെയാണ് ഫോറൻസിക് സയൻസ് പഠിച്ചാൽ എങ്ങനെയുണ്ട്, അതിൻ്റെ സാധ്യത എവിടെയാണ് എന്നൊക്കെ ചോദിക്കാറ്. അപ്പോൾ നമുക്ക് പറയാം, അങ്ങനെ ഫോറൻസിക് സയൻസ് പഠിക്കുന്നുണ്ട് എങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ് NFSU എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ പ്രോഗ്രാമുകൾ കൂടുതലും മാസ്റ്റേഴ്സ് ലെവലിലുള്ള പ്രോഗ്രാംസാണ്. അതായത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള പ്രോഗ്രാം കുറവാണ്. മാസ്റ്റേഴ്സ് ആൻഡ് PhD മാസ്റ്റേഴ്സ് പ്രോഗ്രാംസാണ് കൂടുതൽ. പ്ലേസ്മെൻറ്റ് നമ്മൾ നോക്കിയാലും ആ പ്രോഗ്രാമുകൾക്കാണ് കൂടുതൽ പ്ലേസ്മെൻറ്റ് ഉള്ളതെന്ന്. പക്ഷേ +2 ലെവലിലുള്ളവർക്ക് ചില ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ അത് മാസ്റ്റേഴ്സിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖല അത്രമേൽ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ, അവനൊരു പാഷനായിട്ട്, അത് ഈ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ സിനിമ കണ്ടിട്ടൊന്നും ആകില്ല, ഇതിനെക്കുറിച്ച് വായിച്ച് പറഞ്ഞു ഈ മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെന്നും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഈ മേഖലയിൽ ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന ത്രെഡ്സ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ പ്രോസ് ആൻഡ് കോസ് എല്ലാം അറിയാവുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിലേക്ക് ചേരാൻ പറ്റും. അത് +2 കഴിഞ്ഞ് ചേരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് നമ്മുടെ ഹോം അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് ഫണ്ടിങ് നന്നായിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? NITകളും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ, പക്ഷേ നമുക്ക് പറയാം ഇതൊരു സ്പെഷ്യലായിട്ട് അങ്ങ് മാറി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് പറയത്തില്ല. പലതരത്തിലെ കോഴ്സുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ പ്യുവർലി BSc MSc പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ആ സമയം അതുപോലെ തന്നെ BTech അല്ലെ MTech പ്രോഗ്രാംസ് വരുന്നുണ്ട്. LLB പ്രോഗ്രാംസ് വരുന്നുണ്ട്. മാനേജ്മെൻറ്റ് MBA പ്രോഗ്രാംസ് വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാമുകളാണ് വരുന്നത്. എല്ലാം ഈ ഫോറൻസിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് തന്നെ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ അതിനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് പറയുമ്പോൾ ബാലിസ്റ്റിക് റിസർച്ച് സെൻ്റർ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ബാലിസ്റ്റിക് റിസർച്ച് സെൻ്റർ ഉണ്ട്. അതുപോലെ തന്നെ സൈബർ ഫോറൻസിക്കുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ ഡിഫൻസ് സെൻറ്റർ ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ചില പെക്യുലാരിറ്റീസ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആണ്. ഇതിൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഗാന്ധിനഗറാണ്. പിന്നെ ഡൽഹിയിൽ അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. അത് രണ്ടും നമുക്ക് പറയാം. പിന്നെ അതുകൂടാതെ ഗുവാഹട്ടി പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ധാർവാദിലുണ്ട്, ത്രിപുരയിലുണ്ട്, സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന ഗോവയിലുണ്ട്, ചെന്നൈയിൽ പുതിയ ക്യാമ്പസ് ഉടൻ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അവിടെയാണെങ്കിലും ഇവിടെ എല്ലാ സെൻറ്ററുകളുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സെൻറ്ററുകളിൽ പോയി പഠിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ വാല്യൂ എന്ന് പറയുന്നത് ഗാന്ധിനഗർ തന്നെയായിരിക്കും. ഹെഡ് ക്വാർട്ടേഴ്സ് അതാണ്. ഓക്കെ. സാർ, എങ്ങനെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നത്? അപ്പോൾ നമുക്ക് +2 കഴിഞ്ഞുള്ള കുട്ടികളുടെ കാര്യം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു 3-4 പ്രോഗ്രാംസ് നമുക്ക് പറയാം. ഓക്കെ. അതിനകത്ത് ലോ പ്രോഗ്രാം, ഞാനിടയ്ക്ക് ലോ പ്രോഗ്രാം സൂചിപ്പിച്ചായിരുന്നു. അത് BSc LLBയും BBA LLBയും ഉണ്ട്. അത് രണ്ടും ക്ലാറ്റിൻ്റെ സ്കോറിൽ നിന്നാണ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. BSc LLB അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ +2 മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റി പഠിച്ചിരിക്കണമെന്നേ ഉള്ളൂ. BBA LLB ആണെങ്കിൽ ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല. അത് ഡൽഹിയിലാണ്. BSc പ്രോഗ്രാം നടക്കുന്നത് ഗാന്ധിനഗറിലുമാണ്. അപ്പോൾ നമുക്ക് LLBക്ക് അങ്ങനെയാണ്. ഇനി BBA MBA എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ BBA MBAക്കും അതുപോലെ തന്നെ നമുക്ക് BSc MScയും പിന്നെ BTech MTech. അപ്പോൾ ഇത് മൂന്നും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം നമുക്ക് എടുത്തു പറയാവുന്ന ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ നമ്മൾ പ്ലേസ്മെൻറ്റ് വൈസൊക്കെ കുട്ടികൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് BTech MTech കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റിയാണ്. അതാണ് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാം നമുക്ക് പറയാം.
അപ്പോൾ ഇതിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് 50% സീറ്റ് JEE മെയിൻ സ്കോറിൻ്റെ ബേസിലാണ്. ബാക്കി 50% NFAT എന്നറിയപ്പെടും, നാഷണൽ ഫോറൻസിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, NFAT. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. അവിടെ 80% ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് +2 ലെവലിലുള്ള 80% ക്വസ്റ്റ്യനും 20% ക്വസ്റ്റ്യൻ വരുന്നത് ഇംഗ്ലീഷും ജനറൽ സ്റ്റഡീസും അല്ലെങ്കിൽ ജനറൽ അവയർനെസ്, ആ ഒരു പാർട്ടിൽ നിന്ന് അങ്ങനെ ഉള്ള ഒരു പരീക്ഷയാണ് ഈ NFAT എന്ന് പറയുന്നത്. അത് 1.5 മണിക്കൂർ നേരത്തേനുള്ള ഒരു എക്സാമാണ്. 90 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കറക്റ്റ് ആൻസറിന് 1 മാർക്കും, റോങ്ങിന് 0.25 ഡിഡക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു പാറ്റേണിലാണ് NFAT എക്സാം നടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഒരു റാങ്ക് ലിസ്റ്റ് അവർ തയ്യാറാക്കും. അപ്പോൾ എല്ലാ സെൻറ്ററും ഇപ്പോൾ ഗാന്ധിനഗറിലൊക്കെ 40 സീറ്റ് വീതമാണ്. ഗാന്ധിനഗർ ആണെങ്കിലും ഡൽഹി ആണെങ്കിലും ധാർവാദിൽ 60 സീറ്റുണ്ട്. ഒരു ക്രൗഡിംഗ് ഒന്നുമില്ല. ഈ ഒരു ലെവലിലുള്ള നമ്പർ സീറ്റുകളെ വിദ്യാർത്ഥികൾ എടുക്കുന്നില്ല, എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പകുതി സീറ്റ് JEE മെയിൻ സ്കോർ. അപ്പോൾ JEE മെയിൻ സ്കോർ വന്നു കഴിയുമ്പോൾ നമുക്കൊരു സ്കോർ കൊടുക്കാം. ഒരു 94-95% വേണ്ടി വരും. അതായത് 94-95 എന്ന് പറയുമ്പോൾ ഒരു NIT അഡ്മിഷൻ വെച്ച് നോക്കുമ്പോൾ അത് കിട്ടത്തുമില്ല. യുണീക്ക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 94-95 കിട്ടുവാണെങ്കിൽ അതൊരു ലാഭമായിരിക്കും കുറച്ച് വിദ്യാർത്ഥികൾക്ക്. ഈ ഒരു മേഖല ഇഷ്ടമുള്ള കുട്ടികളോട് ആയിരിക്കണം. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ് ധൈര്യമായിട്ട് എടുക്കാം. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് കൂടി 5 ഇയർ ആണ് വരുന്നത്. സൈബർ സെക്യൂരിറ്റി. നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് നമ്മളത് 4 ഇയർ കൊണ്ട് നമുക്കിപ്പോൾ NEP വന്നതോടുകൂടി എക്സിറ്റ് ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. അത് ഏത് പ്രോഗ്രാമിനുണ്ട്, BSc MSc ആണെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആ സൈബർ സെക്യൂരിറ്റിയും കൂടെ ചെയ്തിട്ടിറങ്ങുന്നതാണ് പൊതുവെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. ഞാൻ മുമ്പ് പ്ലേസ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇറങ്ങാമെന്ന് മാത്രം. അപ്പോൾ ആ ഒരു പ്രോഗ്രാമാണ്. ഈ 2 രീതിയിലാണ് അവിടേക്ക് അഡ്മിഷൻ നടക്കുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ 5 സെൻറ്ററുകളിലാണ് ഉള്ളത്. ഗാന്ധിനഗർ ഡൽഹിയിലുണ്ട്, ധാർവാദിലുണ്ട്, പിന്നെ ഗുവാഹട്ടിയിൽ അവർ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ത്രിപുരയിലുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് ഇതുള്ളത്. രണ്ടാമത്തെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അത് നമുക്ക് BSc MSc, അതും ഇൻറ്റഗ്രേറ്റഡ് ഫോറൻസിക് സയൻസ്. അതിൻ്റെ എക്സാം നമ്മൾ NFAT എന്ന് പറയും. പക്ഷേ അതിൻ്റെ സിലബസ് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അവിടെ 100% ക്വസ്റ്റ്യനും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നാണ്. ഓക്കെ. അപ്പോൾ അവിടെ ഈ ആദ്യത്തെ പ്രോഗ്രാമിന്, അതായത് ബിടെക് എംടെക്കിന് പറയുന്ന എലിജിബിലിറ്റി മാത്സും ഫിസിക്സും കമ്പൽസറി ആയിട്ട് +2 പഠിച്ചിരിക്കണം. ഓക്കെ. മൂന്നാമത്തെ ഓപ്ഷൻ വ്യത്യാസം വരാം. അതേസമയം നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണ് BSc MScയിലേക്ക് വരുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നാണ്. ഫുൾ ക്വസ്റ്റ്യൻസ് +2 100% ക്വസ്റ്റ്യൻസ് അവിടെ നിന്നാണ്. അപ്പോൾ അത് മറ്റൊരു NFAT ആണ് വരുന്നത്. അതായത് ഈ എക്സാം നടക്കുന്നത് മൾട്ടിപ്പിൾ ഡേയ്സ് മൾട്ടിപ്പിൾ സെഷൻ ആയിട്ടാണ്. ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മൾ ഏത് കോഴ്സും അതുപോലെ തന്നെ നമ്മൾ ഏത് സെൻറ്ററാണെന്നുള്ള പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ സെലക്ട് ചെയ്യണം. സാർ, ശരിക്കും പറഞ്ഞാൽ വേറെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഒരു എൻട്രൻസ് കോച്ചിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ആൾക്ക് അതിനനുസരിച്ചുള്ളൊരു എക്സാം ഉണ്ട്. മെഡിക്കൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു പക്ഷേ അങ്ങനെയും ഫോറൻസിക് അങ്ങനെ ഒരു 2 പേർക്കും ഒരു ഈക്വൽ ചാൻസ് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ടാവുന്നു. കാരണം BSc MSc എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുമ്പോൾ മെഡിക്കൽ ആസ്പിരൻറ്റിന് അതൊരു ഫേവറബിൾ ആയിട്ട് വരുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ 6 സ്ഥലങ്ങളിൽ, ഗോവ ഉൾപ്പെടെയുള്ള 6 സ്ഥലങ്ങളിൽ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. 3 വർഷം കഴിയുമ്പോൾ വേണേൽ എക്സിറ്റ് ചെയ്യാം BSc ആയിട്ട്. പിന്നെ BSc MSc ഫോറൻസിക്. അതിനുശേഷം കുട്ടികൾ റിസർച്ചിലേക്കൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. അബ്രോഡ് പോകുന്ന കുട്ടികളുണ്ട്. കുറേ കുട്ടികൾക്ക് ഒരു 80% വരെയൊക്കെ പ്ലേസ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫോറൻസിക് എന്നതിനേക്കാൾ ഉപരി സൈബർ സെക്യൂരിറ്റി എന്നത് ടേമുമായിട്ട് കണക്ട് ചെയ്താണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് അല്ലേ? ഫോറൻസിക് സൈബർ സെക്യൂരിറ്റി ഉണ്ട്. കാരണം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ ടെക് സെക്ടറിൽ നിന്ന് കൂടുതലും സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സെക്ടറിൽ നിന്നും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ ലോയിൽ നിന്ന് പോകുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ലോയിലേക്കാണ് പോകുന്നത്. സാർ, എന്തായിരിക്കും അവിടുത്തെ ഒരു പ്ലേസ്മെൻറ്റ് ഫീസ് ആ ഒരു സ്ട്രക്ചറിലേക്കൊക്കെ വരുവാണെങ്കിൽ? ഫീസ് നമ്മുടെ ഈ ബിടെക് പ്രോഗ്രാമിനും അതുപോലെ നമ്മൾ പറഞ്ഞ BSc MSc ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനും അതുപോലെ മറ്റൊരു പ്രോഗ്രാമുണ്ട് BSc ക്രിമിനോളജി. അത് ഏകദേശം ഇതുപോലെ തന്നെയാണ്. ക്രിമിനോളജി വരുമ്പോൾ അതിനകത്ത് 50% PCB എന്ന് ക്വസ്റ്റ്യനുള്ളൂ. ബാക്കി 50 ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെയാണ്. ഓരോന്നും ഓരോ രീതിയിലാണ്. അപ്പോൾ NFAT ഏതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സും ആഗ്രഹിക്കുന്ന സെൻറ്ററിൻ്റെ എണ്ണം കൂടുന്തോറും ഫീസിൽ, ആപ്ലിക്കേഷൻ ഫീസിലും വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി ചെയ്യണമെന്ന് മാത്രം.
നമ്മൾ ഫീസ് പറയുകയാണെങ്കിൽ ബിടെക് എംടെക്കിനും അതുപോലെ തന്നെ BSc MScക്കും ആദ്യത്തെ 6 സെമസ്റ്റർ, ഓക്കെ, പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം 3 വർഷം എന്ന് പറയാം, 65,000 രൂപ പെർ സെമസ്റ്റർ. അതായത് NITയുടെ ഫീസിന്റെ ഏകദേശം തുല്യം അത് തന്നെ വരും. പെർ സെം 65,000 ആണ് വരുന്നത്. പിന്നെയുള്ള 2 വർഷം 90,000 വരും, 90,000 രൂപ വീതം ഫീസ് വരും. ഹോസ്റ്റൽ മെസ്സെല്ലാം കൂടെ ഒരു 1.2 lakhs പെർ ഇയർ. ഈ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നുണ്ട്. പിന്നെ പ്ലേസ്മെൻറ്റ് വരുമ്പോൾ അത്യാവശ്യം നല്ല പാക്കേജ് ഉണ്ട്. ഒരു മീഡിയൻ പാക്കേജ് 13 lakhs കഴിഞ്ഞ വർഷം 24 സൈറ്റ് ലെവലായിട്ടില്ല, 23 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13 lakhs പെർ ആനം ഉണ്ട്. ഹയസ്റ്റ് പാക്കേജ് 67 lakhs. 67 വരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാം കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, എല്ലാം കൂടെ ഒരുമിച്ച് വേണം നമ്മൾ അതിനെ പരിഗണിക്കാനായിട്ട്. എങ്കിലും നല്ല രീതിയിൽ പ്ലേസ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഫോറൻസിക് സയൻസ് തന്നെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാമെന്ന് മാത്രം. പക്ഷേ നമുക്കറിയാം ഇതിവിടെ പലതരത്തിലുള്ള കോഴ്സുകളാണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല എന്ന് നമുക്കതിനെ പറയാം. പക്ഷേ എല്ലാം ഫോറൻസിക് റിലേറ്റഡ് ആണ് എന്ന് മാത്രം. പിന്നെ ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടാവുന്ന രീതിയിലാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ കൊളാബറേഷനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് സാധ്യതകൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതകൾ, കാരണം ഇത് സ്കില്ല് അധികം വേണ്ടി വരുന്ന അല്ലെങ്കിൽ സ്കിൽ റിക്വയർമെൻറ്റ് വേണ്ട ഒരു ഫീൽഡാണ്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. നല്ല ലൈബ്രറിയും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അതെല്ലാം മികച്ച രീതിയിലുണ്ടെന്ന് നമുക്ക് പറയാം. സാർ, ഇപ്പം ഈ ഫോറൻസിക് പഠിക്കാൻ ഒത്തിരി വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കോളേജുകൾ ഫോറൻസിക് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ആ കോളേജുകളിൽ പഠിക്കുന്നത് നല്ലതാണോ, അതൊരു ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു വാല്യൂ ഫോർ മണി ആണോ നമ്മുടെ ഈ ഒരു ഡിസിഷൻ? കേരളത്തിൽ പഠിക്കുന്നതും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതും എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം പറഞ്ഞു ഫോറൻസിക് സയൻസ് എടുക്കുന്നത് വളരെ സൂക്ഷിച്ച് തന്നെ എടുക്കണം. ഓക്കെ, കാരണം അത് ഗ്രാജുവേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി അത് ചെയ്യാതിരിക്കുന്നതാണ് സേഫ്. അതുകൊണ്ടാണ് നമുക്കിപ്പം NFSUവിലാണെങ്കിലും പ്രോഗ്രാമുകൾ കൂടുതലും മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളാണ്. നമുക്കിപ്പോൾ ആകെപ്പാടെ 2-3 പ്രോഗ്രാംസാണ് UG ലെവലിൽ, അല്ലെങ്കിൽ അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ അവിടെ സൈബർ സെക്യൂരിറ്റി പോലും താല്പര്യമില്ല, കമ്പ്യൂട്ടർ സയൻസ് വെച്ച് ഡിവൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. LLB ആണെങ്കിലും അതുപോലെ തന്നെ BSc MSc ഫോറൻസിക്, അതുപോലെ ഫോറൻസിക് താല്പര്യം. പിന്നെ ഒരു എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയാണ് വരുന്നത് കുട്ടികൾ ആ ഒരു മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ +2 കഴിയുമ്പോൾ തന്നെ താല്പര്യം ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇങ്ങനെ ഒരു ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമാണ്, ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യം. അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതിനുള്ള ഫെസിലിറ്റീസും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു രീതിയിലുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്. പക്ഷെ മറ്റൊരിടത്ത് പോയാൽ മറ്റ് പല കോഴ്സുകളിലും കൂടെ ഇത് ഒരു ഡിഗ്രി പ്രോഗ്രാം ആയിട്ട് മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ പല കോളേജുകളിലും ബിടെക്കും എംടെക്കും വരുമ്പോൾ അതിലൊരു സ്പെഷ്യലൈസേഷൻ മാത്രമായി ഇന്ന് സൈബർ സെക്യൂരിറ്റി മാറുകയാണ്. അപ്പോൾ ഇത് ഫോറൻസിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ. ഇപ്പോൾ ഇവരുടെ MBA പ്രോഗ്രാമിലാണെങ്കിൽ ഒരു പക്ഷേ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകാം. ഓക്കെ, അതുപോലെ ഫോറൻസിക് ആയിട്ടുള്ള മറ്റ് ഫോറൻസിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബിസിനസ്സിലുണ്ടാകുന്ന മറ്റ് പ്രോബ്ലംസൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ബിസിനസ് അനാലിസിസും ബിസിനസ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ ആ രീതിയിലുള്ള കമ്പനികളൊക്കെ ആയിട്ടുള്ള കൊളാബറേഷൻസ് ഉള്ളതുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഇവിടെ പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. എന്നെങ്കിലും നമുക്ക് നല്ല ഫീസ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അത്രയും കമ്പനികളൊന്നും ഇവിടെ എത്തുകയില്ല. കാരണം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെ എത്തുന്നത്. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റുകളുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയത്തില്ല. പ്ലേസ്മെൻറ്റുകളുണ്ടെന്ന് തന്നെ പറയാം. ഫോറൻസിക് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന, കരിയർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങളാണ് NFSU നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ എല്ലാവരും കോഴ്സ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുക. ജോബി സാർ, ഈ ഒരു ഇൻഫർമേഷൻ മലയാളം യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് വളരെയധികം നോക്കി, പക്ഷേ ചാനലുകളൊന്നും ഇത് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. മലയാളികൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കൂടുതൽ അറിയട്ടെ എന്നും കൂടുതൽ മികച്ച കരിയറുകൾ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.